ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് വീട്ടിലെ ജോലികൾ പെട്ടെന്ന് എങ്ങനെ തീർക്കാൻ പറ്റുമെന്നുള്ള രീതിയാണ്. രാവിലെ തന്നെ എണീച്ച് ചായ വെച്ച് ആ ചായ തിളക്കുന്ന സമയം കൊണ്ട് നമ്മൾ മെഷീനിൽ കൊണ്ടുപോയി അലക്കാനുള്ള ഡ്രസ്സെല്ലാം ഇട്ട് അതവിടെ വെള്ളം ആവാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ്, ചപ്പാത്തി ഗ്രീൻ പീസും. അത് ഏകദേശം തൊട്ട് കഴിയുമ്പോഴത്തേക്കും മെഷീനിൽ വെള്ളമായി സർഫിട്ട് മെഷീൻ തിരിച്ച് അതിന് ശേഷം നമ്മൾ സിറ്റ് ഔട്ടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് അതിന് ശേഷം മോൻ എണീച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബെഡ്ഷീറ്റെല്ലാം മടക്കി ബെഡ്റൂം ഒന്ന് ക്ലീൻ ആക്കുകയാണ്. അത് കഴിഞ്ഞ് നേരെ ഒന്ന് അടിച്ച് വരണം ഉള്ളൊക്കെ. അത് കഴിഞ്ഞ് ഇതൊക്കെ നമ്മൾ മെഷീനിലുള്ള തുണിയിലിട്ട് അതത് ആവുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ ചെയ്യുന്ന പരിപാടികളാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റെല്ലാം ആയി. പിന്നെ വിരിയെല്ലാം തട്ടിക്കുടഞ്ഞ് ലെവലാക്കി. അതോടൊപ്പം തന്നെ നിലയെല്ലാം ഒന്ന് അടിച്ചു വാരി പിന്നെ നേരെ മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പോൾ കുറച്ച് ചെടികളെ ഇലകളെല്ലാം ഇങ്ങനെ വാടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതെല്ലാം കട്ട് ചെയ്ത് അതിന് വെള്ളം ഒഴിച്ച് പിന്നെ ഉള്ളിൽ കുറച്ച് ചെടിയുണ്ട്, മണി പ്ലാന്റ്, അതും കൂടി ഒന്ന് താഴേക്കെല്ലാം വന്നിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ലെവലാക്കി അതിന് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്ത്. മണി പ്ലാന്റ് ഇങ്ങനെ വിതറി കയറ്റി കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ ലെയറായി കയറ്റി കൊടുത്താൽ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടാവും. കണ്ടില്ല, ഇതുപോലെ 3 എണ്ണം ഉണ്ട്. ഞാൻ സ്റ്റിക്ക് വാങ്ങിയിട്ട് ഇതിൽ കയറ്റി കൊടുത്തതാണ്. പിന്നെ മുളകും മല്ലിയും പൊടിക്കാനുണ്ട്, അത് കഴുകിയിട്ട് ഉണക്കി വെച്ചതാണ്. അത് നമുക്ക് പാക്കറ്റിലാക്കി വെക്കാം. അതിനുശേഷം കുറച്ച് മുളക് എടുത്ത് വെക്കുന്നുണ്ട് നമ്മളെ കടുക് വറുക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. ശേഷം നമ്മളെ ഉള്ളിൽ കുറച്ച് മണി പ്ലാന്റ് ഒരു ഇതിലാക്കി വെച്ചിട്ടുണ്ട്. അത് പ്ലാസ്റ്റിക് കവർ ഹോൾസ് ഉണ്ടായതുകൊണ്ട് അതിന് മണ്ണെല്ലാം താഴേക്ക് വന്നുകൊണ്ട് പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് വെച്ചത്. അതിനും വെള്ളം ഒഴിച്ച് കൊടുത്ത്. അതിപ്പോൾ അടുത്ത് നട്ടതാണ്, ചെറിയ കൊള്ളിയിൽ വെച്ചിട്ട് കയറ്റിയിട്ടുണ്ടായിന്. എൻ്റെ കുറച്ച് പാത്രങ്ങൾ ബൈസിലൊക്കെ കഴുകാനുണ്ടായിന്, അതും കഴുകി കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് ശേഷം നമ്മൾ എന്താക്കി അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി. ഇനി ഹോളിലെ ബൈസിനൊന്ന് കച്ചറയായിട്ടുണ്ട്, അതും കൂടി നമുക്കൊന്ന് ഉരച്ചെടുക്കാം. അങ്ങനെ അതും ക്ലീനാക്കി. അങ്ങനെ ബൈസിനെല്ലാം ഹാൻഡ് വാഷ് ഇട്ട് വൃത്തിക്ക് കഴുകി നേരെ കിച്ചണിലേക്ക് വന്ന് ഉച്ചക്കുള്ള ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അരിയിട്ട് കൊടുത്ത് പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് മീൻ മത്തി ഉണ്ടായിരുന്നു, അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചോറ് നല്ലോണം തിളച്ച് റൈസ് കുക്കറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് പരിപാടി എന്ന് വിചാരിച്ചാൽ ഉച്ചക്കുള്ള വറവാണ്. അത് വെണ്ടക്ക ഉണ്ട്, അത് കട്ട് ചെയ്ത് ഗ്യാസ് സ്റ്റോവിലേക്ക് വെക്കുകയാണ്. അങ്ങനെ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വെണ്ടക്ക ഇട്ട് അതൊന്ന് അവിടുന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്ക് നമുക്കൊരു തേങ്ങ ചിരണ്ടണം അതിലേക്കുള്ള. അങ്ങനെ തേങ്ങയെല്ലാം ചിരണ്ടി വരുമ്പോഴത്തേക്ക് വെണ്ടക്ക ഏകദേശം വെന്തിട്ടുണ്ട്. അങ്ങനെ തേങ്ങയും ഇട്ട് അതൊന്ന് വാടിയതിന് ശേഷം വെണ്ടക്ക വറവ് ഗ്യാസിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ കറി മത്തിക്കറിയാണ്, അതിനേക്കുള്ള ഉള്ളിയും തക്കാളിയും മുറിക്കലാണ് അടുത്ത പരിപാടി. അപ്പോൾ ഇനി നമ്മൾ ഫിഷ് കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് ചട്ടി ചൂടാക്കി കടുകെല്ലാം പൊട്ടിച്ച് മസാലകളെല്ലാം തയ്യാറാക്കി നല്ലോണം കറി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് മീനിട്ട് കൊടുക്കുകയാണ്. ബാക്കി കുറച്ച് മീനെടുത്ത് വെച്ചിട്ടുണ്ട് അതിന് പൊരിക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഉപ്പും മുളകെല്ലാം മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പരിപാടിയെല്ലാം ചെയ്ത് കഴിഞ്ഞ് ചോറും കറിയും വറവും എല്ലാം ആയിട്ടുണ്ട് നമ്മളെ. അപ്പോഴേക്കും നമ്മൾ അലക്കാനിട്ട തുണികളെല്ലാം ആറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമുക്ക് അയലേക്ക് വിരിക്കുക വേണ്ടത്. അപ്പോൾ അതും കൂടി വിരിച്ചിട്ട് സമയം നമുക്ക് 11:45 അത്രേ.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.